الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. صدق الله مولانا العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സമസ്ത അപരാധങ്ങളും മുഴുവൻ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടമുള്ള ജീവിതം അല്ലാഹുവിനെ അനുസരിച്ച് അല്ലാഹുവിൻ്റെ താഅത്തിലായി ജീവിക്കുവാനും അവസാനം മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി അസുഖങ്ങളായി കഴിയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ച്, സ്വർഗീയമായ അനുഗ്രഹങ്ങളെ പറ്റി വിശുദ്ധമായ ഖുർആനിൽ സ്വർഗത്തെ അല്ലാഹു വർണ്ണിക്കുന്നത് വളരെ കൂടുതലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ സ്വർഗീയമായ അനുഗ്രഹങ്ങളെ, സ്വർഗത്തിലെ നിഅമത്തുകളെ അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് മനുഷ്യരായ നമ്മൾ ആ സ്വർഗത്തെ ആഗ്രഹിക്കണം. ആ സ്വർഗത്തിൽ എത്തുവാൻ, ആ സ്വർഗത്തിൽ കടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. ആ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങൾ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർമ്മനിരതമാകണം. നന്മകളിലായി ആ സ്വർഗത്തിലെത്തുവാൻ വേണ്ടുന്ന അമലുകൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളെ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ വളരെ കൂടുതലായി പറയുന്നത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ സ്വർഗത്തെക്കുറിച്ച് ഒരുപാടായി നബിതങ്ങളും പറഞ്ഞത്. കാരണം നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം കസീറൻ മാ യുഖ്ബിറു അനിൽ ജന്ന യുശവ്വിഖുൻ നുഫൂസ ഇലൈഹ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി സ്വർഗത്തെക്കുറിച്ച് പറയുമായിരുന്നു. സ്വർഗത്തിലെ നിഅമത്തുകൾ, സ്വർഗത്തിൽ ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഓരോ മുസൽമാനും അല്ലാഹു നൽകുന്ന ആ സ്വർഗം, സ്വർഗീയമായ ആ രസങ്ങൾ,
സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നബിതങ്ങൾ ഒരുപാട് സഹാബത്തിനോട് നമുക്ക് നബിതങ്ങൾ പറഞ്ഞു തന്നത് യുശൗവിഖുൻ നുഫൂസ ഇലൈഹ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ആ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹമുണ്ടാകണം. ആ സ്വർഗത്തിലെത്തുവാൻ നാം ആഗ്രഹിക്കണം. അതിനുവേണ്ടിയാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികമായി ആ സ്വർഗത്തെ ഹബീബായ തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ വല്ലാതെ ആകർഷിപ്പിക്കുന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരാമർശിക്കുന്നത്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ, താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ, സ്വർഗത്തിന്റെ ആ ആരാമം. വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാളിയ ലിസഈഹാ റാളിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറുൻ മർഫൂഅ വഅക്വാബുൻ മൗളൂഅ വനമാരികു മസ്ഫൂഫ വസറാബിയു മബ്സൂസ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ്. ഫീ ജന്നത്തിൻ ആലിയ, വിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന സ്വർഗ്ഗം, ഉന്നതമായ ആ സ്വർഗ്ഗം. ലാ തസ്മഉ ഫീഹാ ലാഗിയ, ആ സ്വർഗ്ഗത്തിൽ അനാവശ്യമായതൊന്നും, അനാവശ്യമായ സംസാരമോ അനാവശ്യമായ പ്രവർത്തികളോ ഒന്നും ആ സ്വർഗ്ഗത്തിലില്ല. ലാ തസ്മഉ ഫീഹാ ലാഗിയ, അനാവശ്യമായ പാഴായതൊന്നും ആ സ്വർഗ്ഗത്തിലില്ല. ഫീഹാ ഐനുൻ ജാരിയ, ആ സ്വർഗ്ഗത്തിൽ ഐനുൻ ജാരിയ, ഒഴുകുന്ന നദികൾ, പാലിന്റെ അരുവികൾ, തേനിന്റെ അരുവികൾ. ഫീഹാ ഫീഹാ സുറുറുൻ മർഫൂഅ, ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകൾ, തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകൾ, അണിയണിയായി വെക്കപ്പെട്ട തലയണികൾ. വസറാബിയു മബ്സൂസ, വിരിക്കപ്പെട്ട പരവതാനികൾ. അങ്ങനെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പല സ്ഥലങ്ങളിൽ, പല ഭാഗത്തായിട്ട്, പല ആയത്തുകളിലായി സ്വർഗത്തെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. സ്വർഗത്തെ കുറിച്ച് അല്ലാഹു മനുഷ്യരാകുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ സ്വർഗത്തെ കുറിച്ച് ആഗ്രഹമുണ്ടാകണം. അതിനുവേണ്ടി ആ സ്വർഗത്തിലേക്ക് എത്തുവാൻ നമ്മൾ ഈ ലോകത്ത് കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഭംഗിയായി സ്വർഗത്തെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വർണ്ണിക്കുന്നത്, വിവരിക്കുന്നത്. സമാധാനത്തിന്റെ ഗേഹം, സമാധാനത്തിന്റെ ഗേഹമാണ് സ്വർഗം. അല്ലാഹു മനുഷ്യരാകുന്ന നമ്മളെ അല്ലാഹു ആ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെയാണ്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ലോകത്തേക്കാണ് അല്ലാഹു നമ്മളെ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ നമ്മളെ ആ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്. ദുനിയാവിൽ എത്ര വലിയ വീടുകൾ, കൊട്ടാരങ്ങൾ പണിതാലും, കോൺക്രീറ്റ് സൗധങ്ങൾ തീർത്താലും, എത്ര വലിയ കൊട്ടാര സമുച്ചയങ്ങൾ പണിത് അതിൽ ജീവിച്ചാലും സമാധാനം, എവിടെയാണ് സമാധാനം? ശാശ്വതമായ ഒരു സമാധാനം ഈ ദുനിയാവിൽ, ഈ ലോകത്ത് നമുക്ക് കിട്ടുകയില്ല. ഈ ലോകത്ത് സമാധാനമായി ഒന്ന് ജീവിക്കുവാൻ കഴിയുകയില്ല. അടുത്ത നിമിഷം, അടുത്ത സമയം എന്തായിരിക്കും? നാം സമ്പാദിച്ചത്, നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ ആ അടുത്ത സമയം നമ്മളോടൊപ്പം ഉണ്ടാകുമോ എന്ന് ആർക്കെന്തുറപ്പാണുള്ളത് സഹോദരങ്ങളെ? എപ്പോൾ വേണമെങ്കിലും ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരാം. എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരണപ്പെടാം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ചെരുപ്പിന്റെ വാറിനേക്കാൾ മനുഷ്യൻ മരണത്തോട് അടുത്തതാണ്. അത്രമേൽ അടുത്ത സമയം എന്തായിരിക്കുമെന്ന് ആർക്കും അറിയുകയില്ല. നമ്മുടെ മരണം
എപ്പോഴാണ്? എപ്പോൾ ഈ ദുനിയാവിൽ സന്തോഷത്തോടെ അങ്ങനെ നമുക്ക് കഴിയാൻ സാധിക്കുകയില്ല. എപ്പോൾ വേണമെങ്കിലും മരണം കടന്നു വരാം. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സമാധാനം, ആരോഗ്യത്തെയൊക്കെ തകർത്ത് കളയുന്ന രോഗങ്ങൾ കടന്നു വരാം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ. എത്ര വലിയ സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു കൂട്ടി എന്ന് പറഞ്ഞാലും സഹോദരങ്ങളെ, ഒരു രോഗം വന്നാൽ മതി, എല്ലാം തകർന്നു പോകും. സാമ്പത്തികമായ തകർച്ച. അടുത്ത സമയം നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ ഈ സമ്പത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുമോ എന്നതിന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതമാണ് ഈ ദുനിയാവിലെ ജീവിതം. മരണം എപ്പോൾ വേണമെങ്കിലും മരണം കടന്നു വരാം. അങ്ങനെ മരണവും രോഗവും അസുഖവും അങ്ങനെ അതൊക്കെയും ഈ ദുനിയാവിലെ ജീവിതത്തിലെ, ഈ ലോകത്തെ നമ്മുടെ ജീവിതത്തിലെ കൂടപ്പിറപ്പുകളാണ്. എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നമ്മുടെ സമാധാനത്തെ തകർത്ത് കളയുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ എപ്പോൾ വേണമെങ്കിലും ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അതൊന്നുമില്ലാത്ത, മരണമില്ലാത്ത, രോഗങ്ങളില്ലാത്ത, അസുഖങ്ങളില്ലാത്ത ലോകം, പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ലോകമാണ് അള്ളാഹുവിൻ്റെ സ്വർഗം. ആ സ്വർഗത്തിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. ഖാലിദീന ഫീഹാ അബദാ. ആ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മടക്കമില്ല, പിന്നെ ഒരു മരണമില്ല, അവിടെ രോഗമില്ല, അസുഖങ്ങളില്ല. ഖാലിദീന ഫീഹാ അബദാ. എപ്പോഴും ആ സ്വർഗത്തിൽ തന്നെയായിരിക്കും, ശാശ്വതമായി കാലാകാലം ആ സ്വർഗത്തിൽ തന്നെയായിരിക്കും. ഈ ദുനിയാവിൽ എപ്പോൾ വേണമെങ്കിലും മരണം കടന്നു വരാം. സ്വർഗത്തിൽ മരണമില്ല. ഓരോ സ്വർഗവാസിയും സ്വർഗത്തിൽ കടന്നു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നും വിളിച്ചു പറയുന്നതാണ് ഒരു വിളംബരം കേൾക്കാം. യുനാദി മുനാദിൻ ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്കമു അബദാ. ഈ നിമിഷം മുതൽ നിങ്ങൾ പൂർണ്ണമായും ആരോഗ്യവാന്മാരായിരിക്കും. സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ഒരു ജീവിതമായിരിക്കും. ഫലാ തസ്കമു അബദാ. പൂർണ്ണമായ ആരോഗ്യത്തിന്റെ അവസ്ഥയിലായിരിക്കും. ഒരിക്കലും ഫലാ തസ്കമു അബദാ. ഒരിക്കലും നിങ്ങൾ രോഗികളാകുകയില്ല. ഒരിക്കലും നിങ്ങൾക്ക് അസുഖം ബാധിക്കുകയില്ല സ്വർഗത്തിൽ. പിന്നെയോ വഇന്നലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദാ. സ്വർഗത്തിൽ എപ്പോഴും നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരായിരിക്കും. ഈ ദുനിയാവിലെ പോലെ മരണമില്ല. ഫലാ തസ്കമു അബദാ. ഒരിക്കലും നിങ്ങൾ മരിക്കുകയില്ല, ഒരിക്കലും മരണപ്പെടുകയില്ല. മരണമില്ലാത്ത ലോകം. വഇന്നലക്കും അൻ തശിബ്ബു ഫലാ തഹ്റമു അബദാ. പിന്നെയോ എപ്പോഴും നിങ്ങൾ സ്വർഗത്തിൽ യുവാക്കളായിരിക്കും. യുവത്വത്തിന്റെ കാലം അതാണ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാലം. ചോരത്തിളപ്പിന്റെ ചുറുചുറുക്കിന്റെ കാലമാണ് യുവത്വത്തിന്റെ കാലം. ആ ഒരു യുവത്വത്തിന്റെ പ്രായമായിരിക്കും സ്വർഗത്തിൽ. ഫലാ തഹ്റമു അബദാ. ഒരിക്കലും വാർദ്ധക്യം പ്രാപിക്കുകയില്ല, പ്രായമാകുകയില്ല. ഈ ദുനിയാവിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഓരോ സമയവും കടന്നു പോകുമ്പോൾ, ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ, വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നും ഓരോ വർഷങ്ങൾ കുറഞ്ഞു പോവുകയാണ്. മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ സ്വർഗത്തിൽ ഒരിക്കലും വാർദ്ധക്യം പ്രാപിക്കുകയില്ല, പ്രായമാകില്ല. എപ്പോഴും യുവാക്കളായിരിക്കും. വഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്അസു അബദാ. എപ്പോഴും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ സന്തോഷത്തിലായിരിക്കും, സമാധാനത്തിലായിരിക്കും. ഫലാ തബ്അസു അഹദാ. ഒരിക്കലും ഒരു നിരാശയുടെ അവസ്ഥ, ഒരു പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ അവസ്ഥ അത് സ്വർഗത്തിലില്ല. എപ്പോഴും സന്തോഷമായിരിക്കും, എപ്പോഴും സമാധാനമായിരിക്കും, എപ്പോഴും ആനന്ദമായിരിക്കും. ആ സ്വർഗത്തിൽ എപ്പോഴും യുവാക്കളായിരിക്കും. ആ യുവത്വത്തിന്റെ ആ ഒരു പ്രായമായിരിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യദ്ഖുലു അഹ്ലുൽ ജന്നതി ജുറുദൻ മുർദൻ മുകഹലീന അബ്നാഅ സലാസീൻ ഔ സലാസിൻ വസലാസീന സന. നബി തങ്ങൾ പറയുന്നുണ്ട്, ആ സ്വർഗത്തിൽ
സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ പ്രായം, സ്വർഗവാസികളുടെ പ്രായം അത് 30-33 വയസ്സായിരിക്കും. ആ യുവത്വത്തിൻ്റെ പ്രായമായിരിക്കും. യുവത്വത്തിൻ്റെ പ്രായം ആരോഗ്യത്തിൻ്റെ സന്ദർഭമായിരിക്കും സ്വർഗത്തിൽ. നബിതങ്ങൾ പറയുന്നുണ്ട്, ജുറുദൻ, സൗന്ദര്യത്തെ, സ്വർഗത്തിലെ ഒരു സ്വർഗവാസിയുടെ സൗന്ദര്യത്തെ നബിതങ്ങൾ പറയുന്നുണ്ട്, ജുറുദൻ മുറുദ, ജുറുദൻ മുറുദ, താടിയും മീശയും ഇല്ലാത്ത ആ ഭംഗിയുള്ള ആ മുഖത്തിൻ്റെ ആ അവസ്ഥ. മുഖഹലീൻ, പ്രകൃതിയാൽ തന്നെ കണ്ണിൽ സുറുമയിടപ്പെട്ട ആ സൗന്ദര്യത്തിൻ്റെ അവസ്ഥയായിരിക്കും സ്വർഗത്തിൽ. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രായമാകുമെങ്കിൽ ആ സ്വർഗത്തിൽ ജീവിക്കും തോറും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ സ്വർഗത്തിൽ ജീവിക്കും തോറും സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അധികരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ആ സ്വർഗത്തിൽ. നമ്മുടെ ആ സ്വർഗത്തിൽ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ വർണ്ണനകൾക്കൊക്കെ അപ്പുറമാണ്. വഫീഹാ മാ തഷ്തഹീൽ അൻഫുസ്, നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കുന്ന ഇടമാണ്. ആഗ്രഹിക്കുന്നതെന്തും, നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്ന, നമ്മുടെ താല്പര്യങ്ങൾ അതൊക്കെയും നിറവേറ്റപ്പെടുന്ന ഇടമാണ് ആ സ്വർഗം. ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കുന്ന ഒരു ലോകമാണ് ഈ ദുനിയാവിൽ നമ്മൾ പലതും ആഗ്രഹിച്ച് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കും. എന്നാൽ അതൊന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഈ ദുനിയാവിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ അതൊന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഈ ദുനിയാവ് അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ അതൊക്കെയും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കുന്ന ആ സ്വർഗീയമായ ലോകം. ഈ ദുനിയാവിൽ അനുവദനീയമല്ലാത്തതുപോലും അനുവദനീയമാകുന്ന ലോകമാണ് അല്ലാഹുവിൻ്റെ സ്വർഗം. സഹോദരങ്ങളെ, കള്ള്, മദ്യം മുസൽമാന് ഹറാമാണ്, നിരോധിക്കപ്പെട്ടതാണ്. ഒരിക്കലും കള്ളു കുടിക്കുവാൻ പാടില്ല. മദ്യം നിരോധിക്കപ്പെട്ടതാണ്. എന്നാൽ മദ്യം നിരോധിക്കപ്പെട്ടതാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ. മദ്യം, കള്ള് വിശുദ്ധമായ ഇസ്ലാം നിരോധിക്കപ്പെട്ടതാണ്. കള്ള് ഹറാമാണ്. അതിൻ്റെ കൂടെ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, വൽ മൈസിർ, ചൂതാട്ടവും വിശുദ്ധമായ ഇസ്ലാം തടയപ്പെട്ടതാണ്. സന്ദർഭോചിതമായി പറയട്ടെ, ചൂതാട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ളിൻ്റെ കൂടെ അല്ലാഹു പറഞ്ഞ ഒരു കാര്യമാണ് വൽ മൈസിർ, ചൂതാട്ടം. കള്ള് എപ്രകാരം ഹറാമാണോ, എപ്രകാരം പാടില്ലയോ, അതുപോലെ തന്നെയാണ് ചൂതാട്ടം. ഇന്ന് ആ ചൂതാട്ടത്തിൻ്റെ ഒരു രൂപമാണ് ലോട്ടറി. ദീൻ വളരെ വ്യക്തമായിട്ട് വിലക്കിയ സാമ്പത്തികമായ അർബുദമാണ് ഈ ലോട്ടറി എന്ന യാഥാർത്ഥ്യം കാറ്റിൽ പറത്തിയാണ് ഇന്ന് ജീവിതം പച്ചപിടിപ്പിക്കുവാനെന്നോണം ഈ ലോട്ടറിയുടെ അനുഭാവികളായി മുസ്ലിം സമുദായം മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഫുട്പാത്തിലൂടെ കടന്നു പോകുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ, മുസ്ലിം വേഷത്തിൽ, ഇസ്ലാമികമായ വേഷത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ, ഫർദയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെന്തോ വിൽക്കുവാനായിട്ട് നിൽക്കുകയാണ്. പുറകിൽ നിന്നും ആരോ കടന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവരുടെ കയ്യിലിരിക്കുന്ന ആ വിൽപ്പന ചരക്കായ ആ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ എൻ്റെ നേരെ നീട്ടുമ്പോൾ, പിന്നെ അവർ നോക്കുമ്പോൾ എൻ്റെ ഈ ഈ രൂപവുമൊക്കെ കണ്ടിട്ട് നീട്ടിയ കൈ അവർ തിരിച്ചു വലിക്കുകയാണ്. സഹോദരങ്ങളെ, ഫർദയിട്ട ഇസ്ലാമികമായ വേഷത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാം നിഷിദ്ധമാക്കിയ, ഇസ്ലാം വിലക്കിയതായ ഈ ലോട്ടറിയും, ഈ ചൂതാട്ടത്തിൽ പെടുന്ന ലോട്ടറിയും വിൽക്കുന്നവരായി ഇന്ന് മുസ്ലിം സമുദായം മാറിയിരിക്കുകയാണ്. ഇന്ന് വളരെ വ്യാപകമായി, പൊതുവായി ഇന്ന് ലോട്ടറിയിൽ മുസ്ലിം സമുദായം അകപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ, നിഷിദ്ധമാക്കിയ വിശുദ്ധമായ ഇസ്ലാം തടഞ്ഞതായ ഈ ഹറാമുകൾ ഒരു മടിയുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ ചെയ്യുന്ന കാലമാണ്. സഹോദരങ്ങളെ, എത്ര പൊതുവായി
ഉപയോഗിക്കപ്പെട്ടാലും ഇസ്ലാം നിഷിദ്ധമാക്കിയ ഹറാമായത് എപ്പോഴും ഹറാമ് തന്നെയായിരിക്കും. നമ്മൾ പറഞ്ഞു വന്നത് മദ്യം ഹറാമാണ്, കള്ള് ഹറാമാണ്. എന്നാൽ ഈ കള്ള് അനുവദനീയമാകുന്ന ഒരു ലോകമുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ സ്വർഗം, അള്ളാഹുവിൻ്റെ സ്വർഗീയമായ ലോകം. അള്ളാഹു പറയുന്നുണ്ട്, വഅൻഹാറുൻ മിൻ ഖംറിൻ ലസ്സത്തിൽ ലിശാരിബീൻ. ആ സ്വർഗത്തിൽ കള്ളിൻ്റെ മദ്യത്തിൻ്റെ പുഴകളുണ്ട്, കള്ളിൻ്റെ പുഴകൾ ഒഴുകുന്ന സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകൾ. വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ. തേനിൻ്റെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയമായ ആരാമം, പാലിൻ്റെ അരുവികൾ ഒഴുകുന്ന, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ സ്വർഗത്തെ അല്ലാഹു വിവരിക്കുന്നുണ്ട്. നമ്മളെ മനുഷ്യരായ നമ്മളെ, മുസ്ലിമായ നമ്മളെ അല്ലാഹു ആ സ്വർഗത്തെ വിശുദ്ധമായ ഖുർആനിൽ വല്ലാതെ പറഞ്ഞിട്ട് അതിലേക്ക് ആഗ്രഹിപ്പിക്കുകയാണ്. ആ സ്വർഗത്തിലേക്ക് എത്തുവാൻ, ആ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും പൂവണിയുന്ന ആ സ്വർഗത്തിലേക്ക് എത്തുവാൻ അല്ലാഹു നമ്മളെ ആഗ്രഹിപ്പിക്കാനാണ്. അതിനു വേണ്ടുന്ന ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് സ്വർഗത്തിൽ കടക്കണം. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യണം. അതിനുവേണ്ടിയാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ സ്വർഗത്തെ വല്ലാതെ വിശദീകരിച്ചുകൊണ്ട് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അനുഗ്രഹങ്ങളുടെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും നിറവേറ്റപ്പെടുന്ന ആ ലോകത്തേക്ക്, സ്വർഗീയമായ ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇച്ഛകളൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടതായ ഈ ദുനിയാവിൽ, ഈ ലോകത്ത് അതൊക്കെയും മാറ്റി നിർത്തി നമ്മുടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ മറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് നാം തയ്യാറാകണം. അപ്പോഴാണ് ആ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുക. കുറച്ച് കഷ്ടപ്പെടണം. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഹുഫത്തുൽ ജന്നത്തു ബിൽ മകാരിഹ്. സ്വർഗത്തെ അള്ളാഹു പൊതിഞ്ഞിരിക്കുന്നത് ബിൽ മകാരിഹ്, നമ്മുടെ ശരീരത്തിന് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടാണ്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം, അത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് അംഗീകരിക്കില്ല. ഖുർആനോദൽ, അങ്ങനെയുള്ള നമ്മുടെ മനസ്സ് അംഗീകരിക്കാത്ത കാര്യങ്ങളെ കൊണ്ടാണ് അള്ളാഹു സ്വർഗത്തെ പൊതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്യണം ഈ ദുനിയാവിൽ. എന്നാലാണ് ആ സ്വർഗത്തിലേക്ക് എത്തുന്നത്. എന്നാൽ വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ ബിശ്ശഹവാത്തി, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ശഹവാത്തുകൾ കൊണ്ടാണ് പൊതിയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കി ആ സ്വർഗത്തിലേക്ക് എത്തുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.